ഹായ് സുഹൃത്തുക്കളെ, SVR കുവൈത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ കുവൈത്തിലാണെങ്കിൽ തീർച്ചയായും SVR കുവൈത്ത് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന കുവൈത്തിലെ ചെറിയ ചെറിയ വാർത്തകളും ഇവിടുത്തെ അറിയിപ്പുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുവാൻ ആ ബെൽ ബട്ടൺ ഒന്ന് അനേബിൾ ചെയ്യുവാനും മറക്കരുത്. ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഞാൻ കുവൈത്തിലൊരു ടാക്സി ഡ്രൈവറായിട്ടാണ് ജോലി ചെയ്യുന്നുള്ളത്. അപ്പോൾ കുറേ കാലങ്ങളായി കുവൈത്തിലുള്ള ടാക്സി ഡ്രൈവർമാരെയും അതുപോലെ തന്നെ കാൽനട യാത്രക്കാരെയും ഒറ്റയ്ക്ക് പോകുന്ന ആൾക്കാരെയും ഒക്കെ പിടിച്ചു പറിച്ച് കൊണ്ടുപോകുന്ന രണ്ട് കള്ളന്മാരെ ഇന്ന് രാവിലെ മഹബൂലയിൽ വെച്ച് മലയാളികളായ ടാക്സി ഡ്രൈവർമാർക്ക് പിടികൂടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അവരെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. അതുപോലെ തന്നെ 2 ദിവസം മുമ്പ് സാൽമയിൽ വെച്ചും ഒരു പാകിസ്ഥാനിയായ ഒരു കള്ളനെയും പിടികൂടിയിട്ടുണ്ട്. ഇന്ന് പിടിക്കപ്പെട്ടത് കൽക്കത്ത ബംഗാളികളെയാണ്. അപ്പോൾ അവർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ചെയ്യുന്നത് അവിടെ നിന്ന് വണ്ടിക്ക് കൈ കാണിച്ച് വണ്ടിയിൽ കയറി കഴിഞ്ഞെങ്കിൽ ആദ്യം നല്ല സംസാരങ്ങളൊക്കെ സംസാരിച്ച് ഏതെങ്കിലും വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളെന്നൊക്കെ പറഞ്ഞ് ഡ്രൈവർമാരെ കയ്യിലെടുക്കും. അതിൻ്റെ ശേഷം എവിടെയെങ്കിലും പോയി അവിടെ വണ്ടി നിർത്തുമ്പോൾ എൻ്റെ ബ്രദറുണ്ട് ഇവിടെ, ഞാനിപ്പോൾ വരാൻ പോയി അവിടെ ആദ്യം പോയി വീണ്ടും തിരിച്ചു വന്നതിന് ശേഷം ആ പോകുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും കവർ ഉണ്ടാവും. ആ കവർ വണ്ടിയിൽ വെച്ചിട്ടായിരിക്കും പോകുന്നത്. തിരിച്ചു വന്ന എൻ്റെ ബ്രദറിൻ്റെ കയ്യിൽ ചില്ലറയില്ല, ഒരു 10 KD തരുമോ? പാവപ്പെട്ട ടാക്സി ഡ്രൈവർമാർ അത് ചിലപ്പോൾ പെട്ടെന്ന് എടുത്ത് കൊടുക്കും. അവൻ പോയി കഴിഞ്ഞെങ്കിൽ അതിന് ബാക്ക് സൈഡിലോട്ട് മറിഞ്ഞ് എസ്കേപ്പ് ആവും. ഡ്രൈവർമാർ അവിടെ കുറേ സമയം കാത്തിരുന്ന് പിന്നെ തിരിച്ചു പോകും. ആ ഓട്ടക്കൂലിയും പോയി, ആ കയ്യിൽ നിന്ന് കൊണ്ടുപോയ കാശും പോയി. അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ എവിടെയെങ്കിലും വണ്ടി വിളിച്ച് ഒറ്റപ്പെട്ട സ്ഥലത്ത് കൊണ്ടുപോയി മൊബൈലും പേഴ്സും ഒക്കെ തട്ടിപ്പറിച്ച് പോകുന്ന ആൾക്കാരുണ്ട്. വഴിയിൽ പോകുന്ന ആൾക്കാരെ കത്തി കാണിച്ച് കാശ് വാങ്ങിച്ച് കൊണ്ടുവന്ന ആൾക്കാരുണ്ട്. ഇതിൽ ഇന്ത്യക്കാരുണ്ട്, പാകിസ്ഥാനികളുണ്ട്, ഈജിപ്ഷ്യനുണ്ട്, കറുപ്പന്മാരുണ്ട്, ആഫ്രിക്കൻ വംശജരുണ്ട്, അതുപോലെ തന്നെ അറബി വംശജരുണ്ട്. എല്ലാ ആൾക്കാരും ഉണ്ട് ഇതിൽ. അപ്പോൾ ഇന്ന് 2 ആളെ പിടിച്ചിട്ട് പോലീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതുപോലെ തന്നെ 2 ദിവസം മുമ്പും പിടിച്ചിരുന്നു. അവർ പിടിക്കുമ്പോൾ കുവൈത്തിലെ യാത്രാ കുവൈത്ത് എന്ന ടാക്സി സംഘടനയിലെയും അതുപോലെ തന്നെ കേരള പ്രദേശ് എന്ന ടാക്സി സംഘടനയിലെയും സവാരി കുവൈത്ത് എന്ന ടാക്സി സംഘടനയിലെയും അലോ കൂട്ടുകാർ എന്ന വാട്സപ്പ് ടാക്സി കൂട്ടായ്മയിലെയും അതുപോലെ തന്നെ ഭാരത് ടാക്സി കൂട്ടായ്മയിലെയും എല്ലാ ഡ്രൈവർമാരും, എല്ലാ സംഘടനയിൽപ്പെട്ട ഡ്രൈവർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും സഹായിച്ചു. അതുപോലെ തന്നെ അവിടെ ഒത്തിരി മലയാളീസും ഉണ്ടായിരുന്നു. അവരും സഹായിച്ചു. എല്ലാവരെയും പിടികൂടി പോലീസിൽ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റി. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനിയും എല്ലാവരും ഇതുപോലെ എവിടെയെങ്കിലും തട്ടിപ്പുകാരെ കണ്ടാൽ, പിടിക്കാൻ പറ്റിയാൽ എല്ലാവരും സഹായിക്കണം. അവരെ പിടിച്ച് നിയമത്തിൻ്റെ മുന്നിലെത്തിക്കണം. കാരണം കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടുണ്ടാക്കുന്ന കാശാണ് ഇവർ അടിച്ചുമാറ്റി കൊണ്ടുപോകുന്നുള്ളത്. എല്ലാവർക്കും ആ ടാക്സി ഈ കള്ളന്മാരെ പിടിക്കാൻ വേണ്ടി സഹായിച്ച എല്ലാ ടാക്സി ഡ്രൈവർമാർക്കും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അപ്പോൾ ആ വീഡിയോ ക്ലിപ്പ് നമുക്കൊന്ന് കാണാം.